പ്രിജിയിലേക്ക്. അഡ്വക്കേറ്റ് പ്രിജി, നോക്കൂ, CPIM എന്നൊരു സംവിധാനമാകെ ഒന്നോ രണ്ടോ പേരിലേക്ക് ചുരുങ്ങുന്നു എന്നുള്ള ഏറ്റവും വലിയൊരു വിമർശനമാണ് ഇവിടെ ഉയർന്നു വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതിനെ സാധൂകരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ശൈലജ ടീച്ചറുമായി ബന്ധപ്പെട്ട പ്രശ്നം തന്നെ ഒന്ന് നോക്കൂ. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ LDF വീണ്ടും അധികാരത്തിൽ വരും എന്ന പ്രചാരണം നടക്കുമ്പോൾ അത് വിശ്വസിക്കുന്ന ചില ആളുകളെങ്കിലും അങ്ങനെ വരികയാണെങ്കിൽ കേരളത്തിന് ആദ്യമായി ഒരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നു. അങ്ങനെ ആഗ്രഹിക്കുമ്പോൾ ഒരൊറ്റ പേരിലേക്ക് അത് ചുരുങ്ങുന്നുണ്ട്. അത് KK ശൈലജ എന്ന പേരിലാണ്. അവിടെയാണ് മട്ടന്നൂരിൽ വളരെ സേഫായി നിൽക്കുന്ന ശൈലജ ടീച്ചറെ അവിടെ നിന്ന് പേരാവൂരിലേക്ക് മാറ്റുന്നത്. പേരാവൂർ ബാലികേറ മലയാണോ എന്നുള്ളത് തെരഞ്ഞെടുപ്പ് ചിത്രം തെളിയിക്കണം. പക്ഷേ എന്നിരിക്കൽ പോലും ശൈലജ ടീച്ചറെ വളരെ എളുപ്പത്തിൽ വിജയിപ്പിച്ച് നിയമസഭയിലേക്ക് എത്തിക്കേണ്ട, ഭരണം കിട്ടുന്നോ ഇല്ലയോ രണ്ടാമത്തെ കാര്യം, പക്ഷേ നിയമസഭയിൽ അങ്ങനെ ഒരു വ്യക്തി ഉണ്ടാകണം എന്ന നിർബന്ധ ബുദ്ധി CPIM ഉണ്ടാകേണ്ടതാണ്. അതിവിടെ ഉണ്ടാകുന്നില്ല. അതെന്തുകൊണ്ടാണ്? ഞാൻ അങ്ങയുടെ ഈ ചോദ്യത്തിലേക്ക് വരാം. അതിനു മുമ്പ് ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞ ഒരുപാട് തമാശകളുണ്ട്. ആ തമാശകൾ കേട്ട് ഒരുപക്ഷെ രാഷ്ട്രീയ നിരീക്ഷകൻ എന്നുള്ള നിലയിൽ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ബഹുമാന്യനായ CR നീലകണ്ഠനും ഒരുപാട് ചിരിച്ചുപോയി കാണും. കാരണം കോൺഗ്രസിന്റെ ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്ന രീതിയെക്കുറിച്ച് CPM നിർത്തിക്കൊണ്ട് സ്വയം ഞങ്ങൾ ബൂർഷ്വാ പാർട്ടിയാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഏത് തരത്തിലുള്ള തെരഞ്ഞെടുപ്പും നടത്താൻ പറ്റും. ഒന്ന് കേരളത്തിന്റെ മാത്രം കോൺഗ്രസിന്റെ ചരിത്രം ഒന്ന് എടുത്തു നോക്കൂ. കരുണാകരൻ എന്താ കരുണാകരൻ ചെയ്തത്? കരുണാകരന്റെ മകനെയും മകളെയും ഒരുമിച്ച് തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ച പാരമ്പര്യമുള്ള പാർട്ടിയല്ലേ കോൺഗ്രസ്? കാർത്തികേയൻ മരിച്ചാൽ അന്ന് വരെ രാഷ്ട്രീയമായി ഒരു കൊടി പോലും പിടിക്കാത്ത, ഒരു മുദ്രാവാക്യം പോലും വിളിക്കാത്ത മകനെ കൊണ്ടുവന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ച പാർട്ടിയല്ലേ കോൺഗ്രസ്? PC തോമസ് മരിച്ചാൽ അന്ന് ജോലിക്ക് പോയിരുന്ന ഭാര്യയെ കാത്ത് വീട്ടിന്റെ മുമ്പിൽ ഗേറ്റിൽ അട്ടിപ്പേറ് നടന്ന് അവരുടെ കാല് പിടിച്ച് അവരെ സ്ഥാനാർത്ഥിയാക്കി അന്ന് വരെ രാഷ്ട്രീയം എന്താണെന്ന് അറിഞ്ഞുകൂടാത്ത ഒരു സ്ത്രീയെ കേരളത്തിന്റെ മുമ്പിൽ MLA ആയി അവതരിപ്പിച്ച പാർട്ടി രാഷ്ട്രീയം അറിയില്ലെന്ന് ഈ തരത്തിൽ മക്കത്തായവും ഭാര്യയും മാത്രം തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടി കേരളത്തിൽ MV ഗോവിന്ദന്റെ ഭാര്യയെ സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ പാർട്ടി ഘടകത്തിൽ അവർ പ്രവർത്തിക്കുന്നതിന്റെ ന്യായാന്യായങ്ങൾ ആ പാർട്ടി ഘടകം പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിലല്ലേ അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിട്ടുള്ളത്? അല്ലാതെ കോൺഗ്രസിൽ ഏതെങ്കിലും ഒരു MLA മരിക്കുന്നു, ഒരു മന്ത്രി അദ്ദേഹത്തിന്റെ സേവനം അവസാനിപ്പിക്കുന്നു, അപ്പോ ആദ്യം കോൺഗ്രസ് തിരക്കുന്നത് എന്താ? ഭാര്യ അവൈലബിൾ ആണോ, മക്കൾ അവൈലബിൾ ആണോ എന്ന് തിരക്കുന്ന ഒരു പാർട്ടി CPM സംസ്ഥാന കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിട്ടുള്ള സഖാവിന്റെ ഭാര്യ, അവരും രാഷ്ട്രീയ പാരമ്പര്യമുള്ളവരാണെങ്കിൽ അവരെ സ്ഥാനാർത്ഥിയായിട്ട് ആലോചിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ന്യായാന്യായങ്ങൾ ആ പാർട്ടി പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തീർച്ചയായും അങ്ങനെ ഒരു തീരുമാനം നോക്കൂ, ഞാൻ അതിലേക്ക് വരാം, മട്ടന്നൂരിലേക്ക് വരാം. ഇപ്പൊ താങ്കൾ പറഞ്ഞതിൽ എനിക്കൊരു ഉപചോദ്യം കൂടിയുണ്ട്. ഇപ്പോൾ നോക്കൂ, അത് ആരാണിത് പരിഗണിക്കുന്നത് എന്നിടത്താണ് പ്രശ്നം. ഇപ്പോൾ തളിപ്പറമ്പിൽ പേരുകൾ പരിഗണിക്കുമ്പോൾ ഇപ്പോൾ സുകന്യ പരിഗണിക്കപ്പെടാൻ യോഗ്യതയില്ലാത്ത ആളായിരുന്നു. ഇല്ലെങ്കിൽ ഈ പറയുന്ന ശൈലജ ടീച്ചറെ മട്ടന്നൂരിൽ മത്സരിപ്പിക്കില്ല എന്ന നിർബന്ധ ബുദ്ധിയാണെങ്കിൽ തളിപ്പറമ്പിൽ പരിഗണിക്കപ്പെടാൻ യോഗ്യതയില്ലാത്ത ആളാണോ? അവിടെയും ഒരു പ്രശ്നമില്ലേ? ആരാണ് ഈ സെലക്ഷൻ നടത്തുന്നത് എന്നതാണ് പ്രശ്നം. അതാണ് താങ്കളും ആദ്യം സൂചിപ്പിച്ച ഒരു നിര മാത്രം കാര്യങ്ങൾ തീരുമാനിക്കുന്നിടത്തേക്ക് CPIM എത്തിയിരിക്കുന്നു എന്നതിന്റെ സൂചന. ഈ CPM സ്ഥാനാർത്ഥി നിർണയത്തെ സംബന്ധിച്ച് അത്തരത്തിലുള്ള ചർച്ചകൾ ഉയർത്തിവിടുന്നത് അത് കോൺഗ്രസിനെ സംബന്ധിച്ചതാണെങ്കിൽ ഈ തരത്തിലുള്ള ചർച്ചകൾ ഉയർത്തിവിടുന്നത് ശരിയാണ് എന്ന് പറയാം. പക്ഷേ CPM സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരാളിലേക്ക് അല്ലെങ്കിൽ ആരാണ് എന്ന് പറയുന്ന ചോദ്യത്തിന് എന്താ പ്രസക്തി? ആദ്യം അങ്ങ് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയുമ്പോൾ ഈ പറയുന്ന രണ്ടാമത്തെ ഉപചോദ്യത്തിന്റെയും ഉത്തരമാകും. ഇപ്പോ മട്ടന്നൂരിൽ എന്തുകൊണ്ട് KK ശൈലജ ടീച്ചറിനെ ആലോചിച്ചില്ല? അതേ നാക്കുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ പ്രതിനിധിയും ഞാൻ എന്തായാലും കോൺഗ്രസിന്റെ പ്രതിനിധിയെ ഈ ചർച്ചയിൽ അഭിനന്ദിക്കുന്നു. കാരണം ഇന്നിതേവരെ ഒരു നല്ല വാക്ക് പറയാത്ത MM മണിയെ കുറിച്ച് വളരെയേറെ പ്രശംസകളും പുകഴ്ത്തലുകളും നടത്തിയ കോൺഗ്രസിന്റെ പ്രതിനിധിയെ ഞാൻ അങ്ങേയറ്റം ശ്ലാഘിക്കുന്നു, അഭിനന്ദിക്കുന്നു. ഇപ്പോഴെങ്കിലും MM മണി എന്ന് പറയുന്ന നേതാവ് കേരളത്തിൽ MLA ആകേണ്ട ആളാണ്, മന്ത്രിയാകേണ്ട ആളാണെന്ന് ഒരു കോൺഗ്രസുകാരന്റെ നാക്കിൽ നിന്ന് കേൾക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് ചാരിതാർത്ഥ്യമുണ്ട്. അതോടൊപ്പം തന്നെ ചേർത്ത് വെച്ച് ഞാൻ പറയട്ടെ, ഇപ്പൊ KK ശൈലജയെ കുറിച്ച് അങ്ങ് പറഞ്ഞത് എന്താണ്? കേരളത്തിലെ
ഭൂരിപക്ഷം വരുന്ന ആളുകളും അടുത്തൊരു മുഖ്യമന്ത്രിയാക്കാൻ പോലും യോഗ്യതയുള്ള ആ തരത്തിൽ ഇമേജ് ഉള്ള ഒരാളായി കാണുന്ന ആളാണ് കെ ശൈലജ എന്നാണ് പറഞ്ഞത്. അങ്ങനെ പറയുമ്പോൾ കെ ശൈലജയെ മട്ടന്നൂർ പോലെ ഏതു തരത്തിലായാലും LDF ജയിക്കുന്ന ഒരു സ്ഥലത്ത് മത്സരിപ്പിക്കുകയാണോ വേണ്ടത്? അല്പമെങ്കിലും KPCCയുടെ പ്രസിഡന്റിനെ അടക്കം വെല്ലുവിളിച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങളുടെ ഇടയിലേക്ക് ഉശിരാർന്ന രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടുള്ള കെ ശൈലജ ടീച്ചറിനെ KPCC പ്രസിഡന്റിനെ തോൽപ്പിക്കുന്ന നിലയിലേക്കുള്ള ഒരു മണ്ഡലത്തിലേക്ക് മാറ്റുകയാണോ ചെയ്യേണ്ടത് എന്നുള്ളതാണ് CPM പരിശോധിച്ചിട്ടുള്ളത്. അതിന്റെ അത് തീരുമാനിച്ചിട്ടുള്ളത് നിലവിൽ കേരളത്തിലുള്ളത്. നോക്കൂ, ഞാൻ ശൈലജ ടീച്ചറുടെ ഇമേജിനെ ഒട്ടും കുറച്ചു കാണുകയല്ല കേട്ടോ. എനിക്ക് വളരെ ബഹുമാനവും മതിപ്പുമുള്ള ഒരു സ്ത്രീയാണ് അവർ. പക്ഷേ കേരള ജനത എങ്ങനെ ചിന്തിക്കുമെന്ന് നമുക്ക് എങ്ങനെ വിലയിരുത്താനാകും? KPCC പ്രസിഡന്റിനെ വെല്ലുവിളിക്കാനുള്ള യോഗ്യത അവർക്കുണ്ട് എന്ന് പറയുമ്പോൾ രാഷ്ട്രീയപരമായി വിത്തിൻ കോട്ട്സ് അതുണ്ട് എന്ന് അവർ പറയുമ്പോൾ ഇതേ ആത്മവിശ്വാസം മുൻപ് ഷാഫി പറമ്പിലിനെതിരെ മത്സരിക്കുമ്പോൾ ഉണ്ടായിരുന്നു. ശൈലജ ടീച്ചറുടെ രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യത്തിന്റെ കാലയളവ് വെച്ച് നോക്കിയാൽ എത്ര ജൂനിയറാണ് ഷാഫി പറമ്പിൽ? എന്ത് സംഭവിച്ചു? ഒരു തെരഞ്ഞെടുപ്പ് പരാജയം കൂടി ഉണ്ടായാൽ അപ്രസക്തമായി പോകില്ലേ കെ ശൈലജ കേരള രാഷ്ട്രീയത്തിൽ? അല്ല, അങ്ങനെ അപ്രസക്തമാകാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ ഇപ്പൊ സഖാവ് G സുധാകരൻ 2 തെരഞ്ഞെടുപ്പുകളിൽ തോറ്റിട്ടുള്ള ആളല്ലേ? അദ്ദേഹം ഇന്ന് ഈ ചർച്ചയിൽ പോലും അദ്ദേഹം അപ്രസക്തനാണോ? അല്ലല്ലോ. കെ ശൈലജ ടീച്ചറിനെ അങ്ങനെ ഷുവറായ ഒരു മണ്ഡലത്തിലല്ല, ഈ തരത്തിൽ KPCC പ്രസിഡന്റ് മത്സരിക്കുന്ന സ്ഥലത്ത് വളരെയേറെ വിപ്ലവാത്മകമായ മാറ്റങ്ങളോടുകൂടി മത്സരിപ്പിക്കണം എന്നാണ് അവിടുത്തെ പാർട്ടിയുടെ ഘടകം വിലയിരുത്തിയിട്ടുള്ളതും അവരെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുള്ളതും. എന്തുകൊണ്ടാണ്, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങ് പറയുന്നത് കേരളത്തിലെ ജനങ്ങൾ ഇത്തരത്തിലാണ് ചിന്തിക്കുന്നതെന്ന്? അപ്പൊ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് 2ാം പിണറായി സർക്കാർ ഇവിടെ അധികാരത്തിൽ വന്നത്? ആ രാഷ്ട്രീയ സാഹചര്യത്തിന് എങ്ങനെയാണ് ഈ കാലഘട്ടത്തിൽ നമുക്ക് വിലയിരുത്താൻ കഴിയുക? ഞാൻ നമ്മുടെ മുന്നിലുള്ള അനുഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് പറഞ്ഞത്. ഞാൻ ആവർത്തിച്ചു പറയുന്നു, ഞാൻ കെ ശൈലജ ടീച്ചറെ ഒട്ടും കുറച്ചു കാണുകയല്ല. പക്ഷേ KPCC പ്രസിഡന്റിനെ വെല്ലുവിളിക്കാൻ അവർക്കാകുമോ എന്നുള്ളത് ജനങ്ങളാണ് പറയേണ്ടത്. പക്ഷേ നിലവിൽ നമ്മുടെ മുന്നിലുള്ള അനുഭവം ശൈലജ ടീച്ചറുടെ രാഷ്ട്രീയ പാരമ്പര്യത്തിന്റെ ഒരുപക്ഷെ പകുതി മാത്രമുള്ള ഒരു യുവ നേതാവിനോട് പരാജയപ്പെട്ട് നിൽക്കുന്ന വ്യക്തിയാണവർ. അപ്പോൾ അങ്ങനെ ഒരാൾ എവിടെ മത്സരിച്ചാലും ജയിക്കുമെന്ന കോൺഫിഡൻസ് അതിത്തിരി കടന്ന കൈയാണ് പ്രജി. ഒരിക്കലും ഒരു കടന്ന കൈയല്ല. കാരണം എന്താണെന്ന് അറിയാമോ? കേരളത്തിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ പോലെ എന്താ അങ്ങയെ പോലെ ഒരു ജേർണലിസ്റ്റ്, ഒരു മാധ്യമ പ്രവർത്തക കേരളത്തിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ ജനങ്ങൾ കാണുന്നത് പോലെ കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കാണും എന്ന് വിലയിരുത്തുന്നത് എന്തുകൊണ്ടാണ്? എനിക്കത് മനസ്സിലാകുന്നില്ല. കെ ശൈലജ ടീച്ചറിനെ പോലെ ശക്തയായ ഒരു സ്ഥാനാർത്ഥിയെ അവിടെ മത്സരിപ്പിക്കണം എന്നാണ് CPMന്റെ അഭിപ്രായം. അതിനകത്ത് ജയിച്ചു വരും എന്നുള്ളതാണ് CPMന്റെ വിലയിരുത്തൽ. അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ ജനങ്ങൾ അതിനെ എങ്ങനെ വിലയിരുത്തുന്നു എന്നുള്ളത് തെരഞ്ഞെടുപ്പിന് ശേഷം നമുക്ക് കാണാമെന്നേ. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് കെ ശൈലജ ടീച്ചർ അപ്രസക്തയായി പോകും എന്ന് നമ്മൾ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ അങ്ങനെ തെരഞ്ഞെടുപ്പിൽ തോറ്റ എത്രയോ പേർ അപ്രസക്തരായി പോകേണ്ടതായിരുന്നു. അങ്ങനെ അപ്രസക്തരായി പോയിട്ടുണ്ടോ രാഷ്ട്രീയ പ്രവർത്തകർ? ചില ആളുകൾക്കൊക്കെ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടാകാം. പക്ഷെ തിരഞ്ഞെടുപ്പിൽ തോറ്റ ആളുകൾ തന്നെ പിന്നെ സഖാവ് VS തന്നെ പരിശോധിക്കൂ. സഖാവ് VS കേരളത്തിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന കാലയളവിൽ സഖാവ് VS തോറ്റുപോയില്ലേ? പക്ഷെ പിന്നീട് സഖാവ് VS അപ്രസക്തനായോ? സഖാവ് VS ജനങ്ങളുടെ ഏറ്റവും വലിയ ശബ്ദമായി കേരളത്തിൽ ഉയർന്നു വന്നില്ലേ? കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി മാറിയില്ലേ? അപ്പോ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അങ്ങനെ പറയുന്നത്? ഇതൊക്കെ ഒരു തെരഞ്ഞെടുപ്പ് കാലയളവിൽ ഇടതുപക്ഷ വിരുദ്ധതയുടെ ഭാഗമായി കോൺഗ്രസ് ഉയർത്തുന്ന കാര്യങ്ങളാണ്. MM മണിയെ പ്രശംസിക്കുക. ഇതുവരെ MM മണി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ സംബന്ധിച്ച് നാളിതുവരെ നല്ലത് പറയാത്ത കോൺഗ്രസുകാർ MM മണിക്ക് സീറ്റ് കൊടുക്കാത്തതിനകത്ത് കണ്ണീർ ഒലിപ്പിക്കില്ല. എന്ത് രസകരമായ ചർച്ചയാണ് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ നടക്കുന്നത്. നിങ്ങൾ ഞാൻ പറയാത്ത കാര്യം പറയല്ലേ? ആര് പ്രശംസിച്ചു? നിങ്ങൾ ഞാൻ പറയാത്ത കാര്യം എന്താ പറയുന്നത്? എന്ത് മാനദണ്ഡമാണെന്നേ? എന്ത് മാനദണ്ഡമാണെന്നേ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ. പിണറായി വിജയൻ ഈ അങ്ങയുടെ ചർച്ചയുടെ ഊഴത്തിൽ അങ്ങ് കൂടുതൽ സമയവും വിനിയോഗിച്ചത് പിണറായി വിജയന്റെ പ്രായത്തെ സംബന്ധിച്ചുള്ള അഭിപ്രായം പറയാനായിരുന്നു. നോക്കൂ, അത് കോൺഗ്രസിന്റെ ബിസിനസ്സിൽപ്പെട്ട വിഷയമല്ല. കേരളത്തിലെ ഇന്ത്യയിലെ CPMന്റെ ബന്ധപ്പെട്ട ഘടകങ്ങൾക്ക് സഖാവ് പിണറായി വിജയന് എക്സംഷൻ കൊടുക്കണം എന്നുള്ളതാണ് ആ ഘടകങ്ങൾ തീരുമാനിച്ചിട്ടുള്ളതെങ്കിൽ അതങ്ങനെ കൊടുക്കും. അതല്ലേ പാർട്ടി. അങ്ങനെ ആളുകൾ ചേരുമ്പോ, നിരവധി ആളുകൾ ചേരുമ്പോ അഭിപ്രായങ്ങളിലൂടെ ഉരുത്തിരിഞ്ഞു വരുന്ന അല്ലെങ്കിൽ ഭൂരിപക്ഷ അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കപ്പെടുന്ന ഒരു തീരുമാനമല്ലേ ഒരു കമ്മിറ്റിയുടെ തീരുമാനമായി മാറുക?
കോൺഗ്രസിൽ അങ്ങനല്ലായിരിക്കാം, പക്ഷെ ഈ പാർട്ടിയിൽ അങ്ങനല്ലേ. പിണറായി വിജയൻ അങ്ങനെ എക്സംഷൻ കൊടുക്കാൻ തീരുമാനിച്ചു. അത് ചവനപ്രാശം കഴിച്ചിട്ടാണോ എന്നറിയണമെങ്കിൽ കരുണാകരനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റി ആന്റണി വരുന്ന സാഹചര്യത്തിൽ കരുണാകരനോട് ചോദിക്കേണ്ട ചോദ്യമാണത്. അതെന്തുകൊണ്ടാ സംഭവിച്ചതെന്ന്, അത് ഏത് പശ്ചാത്തലത്തിലാണ് അങ്ങനെ സംഭവിച്ചതെന്നും അപ്പോ നമ്മൾ പരിശോധിക്കേണ്ടതായിരുന്നു. അന്ന് ചവനപ്രാശം കുറച്ച് കെ കരുണാകരന് കൊടുത്തിരുന്നെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയായി തുടരാൻ കഴിയുമായിരുന്നു. അന്നുണ്ടായിരുന്ന ചാരവൃത്തി കേസ് ഉൾപ്പെടെയുള്ള കോൺഗ്രസിനകത്ത് തന്നെ ഉണ്ടായിട്ടുള്ള പടലപ്പിണക്കങ്ങളും രാഷ്ട്രീയമായ പ്രതികാരങ്ങളും കേരളത്തിലെ ജനങ്ങൾ മറന്നിട്ടില്ല. അതെല്ലാം തന്നെ മാറ്റിവെച്ചുകൊണ്ട് കണ്ണടച്ചിരുട്ടാക്കിക്കൊണ്ട് പിണറായി വിജയന്റെ പ്രായമാണ് ഇപ്പോഴത്തെ CPM-ന്റെ ഏറ്റവും വലിയ വിഷയം എന്നുള്ള നിലയിലേക്ക് ഈ ചർച്ചയെ കൊണ്ടുപോകുന്നത് തീർച്ചയായും രാഷ്ട്രീയമായ വെറും ദുഷ്ടലാക്കോടുകൂടി മാത്രമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.